1201 മകരമാസത്തെ 1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. അതായത് 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം, അതുപോലെ തന്നെ അവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഏത് മേഖലയിലായിരുന്നാലും അവർ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ധനം ലാഭവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും. അതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിൽ അവർക്ക് വളരെ വിജയം ലഭിക്കുകയും ചെയ്യും. അവർക്ക് അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിൽ പ്രൈവറ്റ് മേഖലയിലോ ഗവൺമെൻറ് മേഖലയിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു വലിയൊരു പദവി ലഭിക്കും. അവർക്ക് അതുപോലെ ദാമ്പത്യ സൗഖ്യം ലഭിക്കും, ശരീരസുഖം ലഭിക്കും. ഇതിലെ ചെറുപ്പക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മരാമത്ത് പണികൾ അടങ്കലായിട്ട് കോൺട്രാക്റ്റായിട്ട് എടുക്കുന്നതിനും അവർക്കതിന് സാധിക്കുന്നു. വലിയ വേലകളൊക്കെ കോൺട്രാക്റ്റ് എടുക്കുന്നതിന് സാധിക്കുന്നു. ഈ മാസം തന്നെ അവർക്ക് ആ വേല തുടങ്ങുന്നതിനും സാധിക്കുന്നു. അതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവാറും എല്ലാം നടന്നു കിട്ടും. ഒരു 80% എല്ലാം നടന്നു കിട്ടുന്നതായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാം. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആയിരുന്നാലും അവരുടെ ഗവേഷണങ്ങൾക്കും അവരുടെ പ്രബന്ധങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിർമ്മിതികൾക്കും എല്ലാം അവർക്ക് അംഗീകാരം കിട്ടണം ഉള്ളൊരു സമയമാണിത്. ധാരാളം പണവും പ്രശസ്തിയും ലഭിക്കാം. മനസമാധാനം ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. ചില നക്ഷത്രങ്ങൾ മോശം, ചില ഗ്രഹങ്ങൾ മോശം രാശിയിലായിരുന്നതിനാൽ യാത്രാക്ലേശം വരാം. അതായത് യാത്ര ചെയ്യുമ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരാം, യാത്ര തടസ്സം വരാം. അതുപോലെ അങ്ങനെ അലച്ചിലുണ്ടാവുക. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. കൂട്ടുകച്ചവടം ഉള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നഷ്ടം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോവുക. വിവാഹത്തിന് പല തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നീട്ടിവെക്കാം. നിശ്ചയിച്ച് വിവാഹം നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല രീതിയിലും അപമാനം വരാൻ സാധ്യതയുള്ളതിനാൽ ആ രീതിയിലൊക്കെ ഒഴിവാവുക. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലൊക്കെ വിദ്യ തടസ്സം വരാനും സാധ്യതയുണ്ട്. അതുപോലെ ഈ വാഗ്വാദം നടക്കുന്നിടത്ത് ഇത് തർക്കിക്കാനൊന്നും പോകാണ്ടിരിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ വിലപ്പെട്ട വസ്തുക്കളൊക്കെ സൂക്ഷിക്കുക. മോഷണപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തസ്കരന്മാർ അത് മോഷ്ടിച്ചുകൊണ്ട് പോകാം. അതുപോലെ ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം അത് ഈ മാസം കുറച്ച് കുറവായിട്ടായിരിക്കും ലഭിക്കുന്നത്. ദേഹത്തിന് ശക്തി കുറവ് ഉണ്ടാകാം എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ കുംഭക്കൂറിലുള്ളവർക്ക് വരുന്നില്ല. ഇനി ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വയസ്സ് തിരിച്ചാണ് പ്രവചനം പറയുന്നത്. അതിൽ അവിട്ട നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങൾ ആരെങ്കിലും, വേണ്ടപ്പെട്ട ബന്ധുക്കൾ, നിങ്ങൾക്ക് വളരെ സഹായമായിരുന്ന ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോയേക്കാം. എല്ലാത്തിനോടും എന്തിനേയും ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഇതുണ്ടാവാം. സ്വന്തം നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് മാറി താമസിക്കാനും സാധ്യമാകുന്നു. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുവഴി അവർക്ക് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യാനും വളരെ സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നതിനും സാധിക്കുന്നു. കൂടാതെ അവർക്ക് നല്ല ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും പുതിയ വീട് അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. കൂടാതെ നല്ല മിത്രങ്ങളെയും അവർക്ക് ഈ സമയം ലഭിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വരാം. അത് അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതിയോ കോടതി കേസുകളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇണയുടെ വേർപാട്, ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ പിണങ്ങിപ്പോകുന്നതിനോ അല്ലെങ്കിൽ മരണപ്പെടുന്നതിനോ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ ഉള്ള എല്ലാ ദുഃഖങ്ങളും അപമാനങ്ങളും എല്ലാം മാറി അവർക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണിത്. നല്ല ഗുണങ്ങൾ ഒരുപാട് ലഭിക്കുന്നു. ആപത്തുകൾ മാറുന്നു. മനസ്സമാധാനം ലഭിക്കുന്നു. കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കുന്നു. യുക്തിപരമായി ചിന്തിക്കുന്നതിനുള്ള ഒരു ബുദ്ധി നേരെയാകുന്നു.
അതുപോലെ ഡിപ്രഷൻ മുതലായ മാനസിക മനോവിചാരങ്ങളെല്ലാം കുറയുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് കൊച്ചുമക്കൾക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അതിൽ വരുന്നില്ല. ചെറിയ രീതിയിൽ ധനം ചിലവാകാം. അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ, അതായത് സത്യസന്ധ അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നതിന് സാധ്യത വളരെ കുറവായിട്ടാണ് വരുന്നത്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നിങ്ങളുടെ ബന്ധുജനങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നിട്ട് നിങ്ങളുടെ ജന്മദിനം കൊണ്ടാടാനും നിങ്ങൾക്ക് ധാരാളം ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മതാചാര പ്രകാരമുള്ള പൂജകൾ ചെയ്യുന്നതിന് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. അടുത്ത ചതയം നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും കഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ വന്നിട്ട് കഷ്ടപ്പെടാം. അതുപോലെ പക്വത ഇല്ലാണ്ട്, പ്രായത്തിനനുസരിച്ചുള്ള പക്വത ലഭിക്കാണ്ട് വരാം. ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്തൊരവസ്ഥ വരാം. അച്ഛനമ്മമാരിൽ ആരെങ്കിലും പിണങ്ങി മാറി താമസിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഇതെല്ലാം ക്രമേണ അങ്ങ് മാറിക്കിട്ടും, നല്ല രീതിയിൽ വരാനും സാധ്യതയുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് കഷ്ടപ്പാടുകളും എല്ലാം കുറേച്ച് ദുഃഖങ്ങളെല്ലാം മാറി അവർക്ക് കുടുംബത്തിന് ധാരാളം ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും അവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് സുരക്ഷ ഒരു കുറവുണ്ട്. അവർക്ക് ഈ ബാല്യകാലത്തുള്ള സുരക്ഷാക്കുറവ് അവർക്ക് ചിലപ്പം ഉണ്ടായേക്കാം. അതുകൊണ്ട് പല ആപത്തുകളിലും പോയി ചാടാണ്ടിരിക്കുക, ചൂഷണങ്ങളിലും മറ്റും അകപ്പെടാണ്ടിരിക്കുക. വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഏതാണോ വിദ്യാഭ്യാസം അത് ആ നിലവാരത്തിലുള്ള നല്ല തൊഴിൽ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് 16 വയസ്സ് ഒരു വഞ്ചന അല്ലെങ്കിൽ ചതിയിൽ അകപ്പെടാനൊരു സാധ്യതയുണ്ട്. 16 വയസ്സ് കാലഘട്ടം വളരെ ശ്രദ്ധിക്കുക. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് അസൂയാലുക്കളുള്ള ആൾക്കാർ, അത് ബന്ധുക്കളാവട്ടെ മറ്റുള്ളവരാവട്ടെ, നിങ്ങളെക്കുറിച്ച് അപവാദം പരത്താം. അതുപോലെ പോലീസ് പരാതികൾ, കോടതി കേസുകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില മാനഹാനിയൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ നിങ്ങൾക്ക് വരുന്നതിനും വയറിലൊരു സർജറി നടക്കുന്നതിനും സാധ്യത കാണുന്നു. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും സമ്പത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥ നല്ലതാകാം. ഒരു താളം തെറ്റി പോയിരുന്നാലും അത് സമ്പത്ത് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ഒരു കുറവുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാം. 50 വയസ്സ് വരെ ഈ സാമ്പത്തികപരമായി ദോഷമാകുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള കുറേ കാലം വളരെ മെച്ചമുള്ളൊരു സമയമാണ്. സന്തോഷമുള്ള പലതും കുടുംബത്തിൽ നടക്കാം. അതുപോലെ തന്നെ ചില സങ്കടങ്ങൾ ഉണ്ടായതും നടക്കാം. ഒരു സർജറി നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു പക്ഷേ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വസ്തുവകകൾ സംബന്ധിച്ച് തർക്കങ്ങളും കേസുകളൊക്കെ നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ ബലമായി ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി നിങ്ങളെ വസ്തുവകകൾ സ്വന്തമാക്കാനും ഒരു സാധ്യത കാണുന്നു. ഈ കാലയളവിൽ നിങ്ങൾ ക്രയവിക്രയങ്ങൾ, വസ്തു സംബന്ധിച്ച ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വേണം നടത്തുക, അല്ലെങ്കിൽ ചതി പറ്റാൻ സാധ്യതയുണ്ട്. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ചതയം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകളും ദുരിതങ്ങളെല്ലാം പരിഹാരമായി അവർക്ക് സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, സകല ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. അവർക്ക് ധാരാളം പണം ലഭിക്കുന്നു. സ്വന്തമായി വീടും നല്ല പദവിയും അവർക്ക് ലഭിക്കുന്നു. അംഗീകാരം ലഭിക്കുന്നു. പൂരുട്ടാതി നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. സമ്പത്ത് അവർക്ക് ലഭിക്കാം. മറ്റുള്ള ആരോഗ്യം, ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാം. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ കടന്നു പോകാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ചില നക്ഷത്രക്കാർക്ക്, അതായത് പൂരുട്ടാതിയിലെ ചില ആൾക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. ഒറ്റപ്പെട്ടു വരാം. ഈ സമയം ചില കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് പോലീസ് കേസും കോടതി നടപടി വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്.
സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ കാണുന്നു എങ്കിലും അവസാന 4 വർഷം, ഈ 28 വയസ്സിൻ്റെ അവസാനത്തെ 4 വർഷം അവർക്ക് വളരെയധികം നേട്ടമുള്ളതാണ്. അവർക്ക് ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു ജോലി കിട്ടുന്നതിനും അതുമൂലം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. ആരോഗ്യം ഒരു പരിധിവരെ തൃപ്തികരമാകുന്നു. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം അവർ പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് ആ വിവാഹം നടക്കുന്നതിനും വീട് വാങ്ങുന്നതിനും അല്ലെങ്കിൽ സ്ഥലം മാറ്റി വീട് നിർമ്മിക്കുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും എല്ലാവർക്കും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു, മനസ്സന്തോഷം ഉണ്ടാകുന്നു. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് മാറുന്നു. അലർജി പോലുള്ള ചില അസുഖങ്ങൾ അവർക്ക് ഉണ്ടാകാം. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ധനനാശം വരാം, ദാരിദ്ര്യം വരെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർ ആരെങ്കിലും മരണപ്പെടുവാനും ഒരു സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനും സാധ്യതയുണ്ട്. വിദേശവാസവും പറയുന്നുണ്ട് ഈ സമയം. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അവർക്ക് മാറിക്കിട്ടുന്നു. അവർക്ക് പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ വാഹനം വാങ്ങാൻ സാധിക്കുന്നു. അവർക്ക് ആദരവുകളും അവാർഡുകളും അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. സമൂഹത്തിൽ അവർ അറിയപ്പെട്ട ഒരാളായി മാറുന്നു. അതുപോലെ ചില ഉദര രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും അവരുടെ ഉദരരോഗം എന്നേക്കുമായി ശമനം ലഭിക്കുകയും ചെയ്യുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഴാതെ ശ്രദ്ധിക്കുക. വീട് കഴിഞ്ഞാൽ എല്ലൊക്കെ ഒടിയുന്നതിനും മറ്റുള്ള ചതവും അതൊക്കെ പറ്റുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സർജറിക്കൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. അതുപോലെ നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.